എല്ലാവർക്കും നമസ്കാരം. ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, അത്തം, ചിത്രയുടെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള കന്നിക്കൂർ ജനിച്ചവരുടെ 2026 വിഷുഫലങ്ങളിൽ നോക്കാം. കന്നിക്കൂറുകാർ കണ്ടകശനിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തും ദാമ്പത്യ ജീവിതത്തിലും കൂടുതൽ ശ്രദ്ധയും ക്ഷമയും കാണിക്കേണ്ട വർഷമാണിത്. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർ സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായി വ്യക്തത വരുത്താൻ ശ്രദ്ധിക്കണം. അതേസമയം ഡിസംബർ 5 തീയതി വരെ രാഹു 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കന്നിക്കൂറുകാർക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് തൊഴിലിടത്തെ ശത്രുശല്യങ്ങളെ ഇല്ലാതാക്കാനും തടസ്സങ്ങളെ എളുപ്പത്തിൽ മറികടന്ന് മുന്നേറാനും കോടതി വ്യവഹാരങ്ങളിൽ വിജയം നേടാനും സഹായിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടെ ജോലി ലഭിക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ജൂൺ 2 തീയതി വ്യാഴം ലാഭസ്ഥാനത്തിലേക്ക് മാറുന്നത് കന്നിക്കൂറുകാർക്ക് വലിയ സാമ്പത്തിക പുരോഗതി സമ്മാനിക്കും. പുതിയ വാഹനം വാങ്ങാനോ വീട് പണി ആരംഭിക്കാനോ സാധിക്കുന്നതാണ്. ഒക്ടോബർ മുതൽ 2027 ജനുവരി വരെയുള്ള സമയം അതിചാരമായി വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും അത് പൊതുവെ ഗ്രഹനിർമ്മാണം, വിവാഹം പോലെയുള്ള ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. കുടുംബപരമായ കാര്യങ്ങളെ നോക്കുകയാണെങ്കിൽ കണ്ടകശനി ഉള്ളതുകൊണ്ട് ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ സൂക്ഷിക്കണം. പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുകയും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അതേസമയം ലാഭസ്ഥാന വ്യാഴത്തിൻ്റെ സ്വാധീനത്താൽ വിവാഹപ്രായമായവർക്ക് തടസ്സങ്ങൾ മാറി വിവാഹം നടക്കാനും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാനും യോഗമുണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പൊതുവെ അനുകൂല സമയമാണെങ്കിലും യാത്രകൾ കൂടുതലായി വേണ്ടിവരുന്നതിനാൽ അലച്ചിലും ക്ഷീണവും അനുഭവപ്പെടും. ഡിസംബർ മാസത്തിൽ രാഹു 5ാം ഭാവത്തിലേക്ക് മാറുന്ന സമയത്ത് കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ സാമ്പത്തിക നേട്ടങ്ങളും വിജയങ്ങളും പോലെയുള്ള മികച്ച ഫലങ്ങളായിരിക്കും കന്നിക്കൂറുകാർക്ക് ഈ വർഷം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കൂർ ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ തുലാക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.